എൻ്റെ കൈപ്പിൽ നിൽക്കുന്ന ഒരു 4 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററിന് കംപ്ലയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചാർജ് തീരെ നിൽക്കുന്നില്ല. അപ്പം നമുക്ക് ഇതിനെ ഏതായാലും ബാറ്ററി വെള്ളം വെച്ച് ഒന്ന് ചാർജ് ചെയ്ത് ഏതായാലും ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ഒരു ബാറ്ററിൻ്റെ ഈ ഒരു ഭാഗം അയച്ചെടുക്കണം. അപ്പോൾ ബാറ്ററി വളരെ ശ്രദ്ധിച്ചതാ ഇതുപോലെ ഒന്ന് പൊട്ടി കൊടുത്തതിനകത്ത് ഈ ഒരു ടോപ്പിൻ്റെ സാധനം പോന്ന് കിട്ടും. അതുകൊണ്ട് അതുപോലെ അങ്ങനെ പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. മോട്ടർ പീസ് അയച്ചിട്ട് കഴിഞ്ഞാൽ ഡബ്ബറിൻ്റെ 2 ടോപ്പ് ഇങ്ങനെ കാണും. അത് നമുക്ക് നോക്കാം. ഇവിടെ നൈറ്റാണ് ഇതിൽ നൈറ്റാണ് നമ്മൾ ബാറ്ററി വെള്ളം ഒഴിച്ചെടുക്കാൻ പോകുന്നത്. ബാറ്ററി വാട്ടർ നമ്മൾ സാധാ ബാറ്ററി ഉപയോഗിക്കുന്ന അതേ ബാറ്ററി വാട്ടറിനെ ഇതിൽ ഇട്ടിട്ട് നമ്മൾ സിറിഞ്ചിലാക്കി കണ്ട് നമുക്ക് ഏതെങ്കിലും കറക്റ്റ് നമ്മൾ പഠിച്ചു കൊടുക്കാം. അത് നിറഞ്ഞു വന്നിട്ടുണ്ട്. ബാറ്ററി വാട്ടർ ഒഴിച്ച് നമുക്ക് ഏതെങ്കിലും അടപ്പാതാ അതുപോലെ തന്നെ മൂടി കൊടുത്തേക്കാം. നമ്മൾ കറക്റ്റാക്കി മൂടി കൊടുത്ത് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു അടപ്പും കൂടി കറക്റ്റാക്കി വെച്ചാൽ മതി. ഉള്ളൂ നമുക്ക് ഏതായാലും ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തോ. ഫസ്റ്റ് നെഗറ്റീവ് നമ്മൾ കാണിച്ചത് നമ്മളൊരു ബാറ്ററി ചാർജിങ് യൂണിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടാവും. അപ്പോൾ ഏതായാലും നമുക്ക് ഏതായാലും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ ആ ബാറ്ററി കണക്ഷനൊക്കെ ഊരിയാണ്. പിന്നെ ഏകദേശം നമ്മൾ എത്രത്തോളം ചാർജ് ചെയ്യുന്നത് ചെക്ക് ചെയ്തു. നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഒരു 9 വോൾട്ടിൻ്റെ ഫാനാണ്. അതുപോലെ ഫാൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആയിട്ട് വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് വീണ്ടും കാണാം. ബൈ.